ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട സംഭവത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ട് സി സദാനന്ദൻ മാസ്റ്റർ MP. ഹരിപ്പാട് സ്വദേശിനി സാവരിയ ബസന്തിന്റെ കൊലപാതകം ദേശീയ ഏജൻസി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്ത് നൽകിയതായും സദാനന്ദൻ മാസ്റ്റർ MP ജനം ടിവിയോട് പറഞ്ഞു. ഈ വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമെന്നും MP അറിയിച്ചിട്ടുണ്ട്. ആദ്യം അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. മതപരിവർത്തനം എന്നുള്ളത് പലപ്പോഴായി നമ്മുടെയൊക്കെ ശ്രദ്ധയിൽ വന്നതാണ്. പ്രണയത്തിൻ്റെ രീതിയിലായാലും മറ്റു രീതിയിലായാലും പെൺകുട്ടികളെ ആകർഷിച്ച് അവരെ മതം മാറ്റിയെടുക്കുന്ന ഒരു സംഘടിതമായ പരിശ്രമം കേരളത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒന്നാണോ എന്നറിയേണ്ടതുണ്ട്. കേരളത്തിലെ ക്രൈംബ്രാഞ്ച് വിഭാഗത്തിന് എത്ര കണ്ട് ഫലപ്രദമായി ഇടപെടാൻ സാധിക്കും എന്നൊരു പ്രസക്തമായ ചോദ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അന്താരാഷ്ട്ര മാനങ്ങളുള്ള ഈ ഒരു കേസ് തീർച്ചയായിട്ടും കേന്ദ്ര ഏജൻസി തന്നെ അന്വേഷിക്കണം എന്നതാണ് നിലപാട്. അപ്പോൾ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം കൂടി ആവശ്യപ്പെട്ടുകൊണ്ടും മേലിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നമ്മുടെ കേരളത്തിൽ നിന്നും ഭാരതത്തിൽ നിന്നുമൊക്കെ പഠനത്തിനായി വിദേശത്തേക്ക് പോകുന്ന കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാനും സംഘടിതമായ മതം മാറ്റ പ്രവർത്തനത്തെ ചെറുക്കാനുമുള്ള ഒരു നടപടി കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നുള്ളതാണ് ആ കത്തയക്കാനുള്ള കാരണം. ആദർശുണ്ട് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. ആദർശ്, സദാനന്ദൻ മാഷ് പറഞ്ഞ ആ വാക്കുകളുണ്ട്. അതായത് മതപരിവർത്തനം അത് വല്ലാത്ത ഒരു ആശങ്ക നമ്മുടെ മണ്ണിൽ സൃഷ്ടിക്കുന്നുണ്ട്. ഉസ്ബെക്കിസ്ഥാനിൽ നടന്ന കൊലപാതകമാണ് എങ്കിൽ പോലും നമ്മുടെ അന്വേഷണം അത് കേരളത്തിൽ നടക്കുമ്പോൾ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസി തന്നെ ഈ വിഷയത്തിൽ ഒരു അന്വേഷണം നടത്തിയാൽ മാത്രമായിരിക്കും നിജസ്ഥിതി പുറത്തു വരിക, കൃത്യമായ ഒരു നടപടി വരിക. എന്തായാലും സദാനന്ദൻ മാഷ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഒരു ശ്രദ്ധ ഈ വിഷയത്തിൽ ക്ഷണിക്കുന്നുണ്ട്. അദ്ദേഹം കത്ത് നൽകിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു. എന്തൊക്കെയായിരുന്നു അദ്ദേഹം പറഞ്ഞത്? രാഖി ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടക്കുന്ന അന്വേഷണത്തിന് പരിമിതികളുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് രാജ്യസഭാംഗമായ സദാനന്ദ മാസ്റ്റർ ഈ വിഷയത്തിൽ കേന്ദ്ര ഇടപെടൽ തേടിക്കൊണ്ട് ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്ത് നൽകിയിരിക്കുന്നത്. ഇതിൽ അദ്ദേഹം ദേശീയ ഏജൻസിയുടെ അന്വേഷണം ആവശ്യപ്പെടുന്നു. മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഏറ്റവും ഗുരുതരമായ ആരോപണം അത് മതപരിവർത്തനമാണ്. അപ്പോൾ ആ ഒരു മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട ശൃംഖലകൾക്ക് ഈ കേസിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നത് സംബന്ധിച്ച് വ്യക്തമായ അന്വേഷണം വേണമെന്നുള്ള ആവശ്യവും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ കേരളത്തിൽ നടക്കുന്ന അന്വേഷണം ആ അന്വേഷണത്തിന് എന്തായാലും ഈ ഒരു കേസിൽ പൂർണ്ണമായ അന്വേഷണം നടത്തുന്നതിന് പരിമിതികളുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം എന്നുള്ള ഒരു ആവശ്യം ഉയരുന്നത്. മാത്രമല്ല അതീവ ഗുരുതരമായ ഒരു ആരോപണം ഈ കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നു. ഈ പ്രതി ഈ കേസിൽ ഈ പെൺകുട്ടിയെ കൊന്ന ആ പ്രതി ഈ പെൺകുട്ടിയെ മതപരിവർത്തനത്തിനായി നിർബന്ധിച്ചിരുന്നു എന്നുള്ള ഒരു ആരോപണം അത് ഈ പെൺകുട്ടിയുടെ ബന്ധുക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു. അതുതന്നെയാണ് ഈ വിഷയത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. കാരണം നമുക്കറിയാം കേരളത്തിൽ നേരത്തെയും ഇത്തരത്തിൽ ഈ പ്രണയം നടിച്ച് മതം മാറ്റുന്നതും പിന്നീട് അത് കൊലപാതകത്തിലും മരണത്തിലുമൊക്കെ കലാശിക്കുന്നതുമായ സംഭവങ്ങൾ അത്തരം സംഭവങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഉസ്ബെക്കിസ്ഥാനിൽ പഠിക്കാൻ പോയ ഒരു വിദ്യാർത്ഥിനിക്കാണ് ഈ ഒരു ദുരനുഭവം ഉണ്ടാവുകയും ജീവൻ നഷ്ടമാവുകയും ചെയ്തത്. അപ്പോൾ ആ വിദ്യാർത്ഥിനി ഉസ്ബെക്കിസ്ഥാനിൽ എത്തുന്നതിന് വേണ്ടി അവരെ അവിടെ എത്തിച്ച ഏജൻസി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇതിൻ്റെ അന്വേഷണം പോകണം എന്നുള്ള ഒരു ആവശ്യവും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് നൽകിയ കത്തിൽ സദാനന്ദ മാസ്റ്റർ ആവശ്യപ്പെടുന്നുണ്ട്. മാത്രമല്ല ഈ വിഷയം പാർലമെന്റിൽ ഉന്നയിക്കും എന്നും അദ്ദേഹം പറയുന്നുണ്ട്. കാരണം ഇതിന് രാജ്യത്തിൻ്റെ ശ്രദ്ധ കിട്ടേണ്ടതുണ്ട് എന്ന് MP ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരിക്കുന്നു. കാരണം കേരളത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നിരവധി ഉണ്ടാകുമ്പോഴും പലരും ഇതിനോട് പുലർത്തുന്ന സമീപനം അതുമല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളിൽ മൗനം പുലർത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് ഇതിൽ അടിയന്തരമായിട്ടുള്ള കേന്ദ്ര ഇടപെടൽ ഒപ്പം തന്നെ കൃത്യമായിട്ടുള്ള അന്വേഷണം ഇതിൽ കുറ്റവാളികൾ ഉൾപ്പെടെയുള്ളവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുക എന്നതടക്കമുള്ള കാര്യങ്ങൾ നടക്കേണ്ടതുണ്ട്. അതിനൊക്കെ കേന്ദ്ര ഇടപെടലും ദേശീയ അന്വേഷണ ഏജൻസിയുടെയും മറ്റും അന്വേഷണവും ഉണ്ടാകേണ്ടതുണ്ട്. എന്തായാലും ബന്ധുക്കൾ ഉൾപ്പെടെ ഉയർത്തുന്ന ഏറ്റവും ഗൗരവമായ ആരോപണം മതപരിവർത്തന ശ്രമങ്ങൾ നടന്നു, ഈ കുട്ടിയെ മതപരിവർത്തനത്തിനായി നിർബന്ധിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെ തന്നെ ഏറെ ഗൗരവമുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് സദാനന്ദൻ മാസ്റ്റർ നൽകിയിരിക്കുന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് നൽകിയിരിക്കുന്ന ഈ കത്ത് ഏറെ ഗൗരവമുള്ളതാകുന്നത്. ഒപ്പം തന്നെ ഈ വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമെന്ന് MP പറയുമ്പോൾ അത് കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൽ നടക്കുന്ന ഒരു സംഭവം അതും തുടർച്ചയായിട്ട് ഇത്തരത്തിൽ ഈ മതമാറ്റ ശ്രമങ്ങൾ നടക്കുന്നു. പെൺകുട്ടികളെ മതം മാറ്റുന്നു, അതും പ്രണയം നടിച്ച് മതം മാറ്റുന്നു. അവർ പിന്നീട് അവർക്ക് ജീവൻ നഷ്ടമാവുന്ന സാഹചര്യം
സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഗൗരവവും MP ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മാത്രമല്ല ഈ വിഷയം ദേശീയ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് എന്നും MP പറയുകയും ചെയ്തു. രാഖി.